സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് കുറച്ച് നാളായി. നമ്മുടെ ഫോർട്ട് കൊച്ചിയോ മട്ടാഞ്ചേരിയോ ഒക്കെ പോലെ തോന്നിക്കുന്ന എന്നാൽ അവയേക്കാൾ ഇരട്ടി വലിപ്പമുള്ള മനോഹരമായ ഒരു പഴയ ടൗൺ, അതാണ് ഹൊയാൻ. ഹൊയാനിലൂടെ ഗ്രാമങ്ങളൊക്കെ കണ്ട് സൈക്കിളിൽ കറങ്ങാം. വേണമെങ്കിൽ കൂറ്റനൊരു പോത്തിന്റെ മുകളിലിരുന്ന് ഒരു സവാരിയും നടത്താം. അതുപോലെ കുട്ടവഞ്ചിയിൽ ചെറിയൊരു തോട്ടിലൂടെ നദിയിലേക്ക് പോയി അവിടെ ഒരു കറക്കവുമാകാം. കാണാം ഹൊയാൻ എന്ന പഴയ കച്ചവട നഗരത്തിന്റെ കാഴ്ചകൾ. നമസ്കാരം, വിയറ്റ്നാമിലെ ഹൊയാനിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ടൂർ ഓപ്പറേറ്റേഴ്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? ഇന്ന് നമ്മൾ ഹൊയാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാട്ടോ. ആൻഷ്യന്റ് ഹൊയാൻ സിറ്റി ആണ് നമ്മുടെ ആ പാക്കേജിൽ ആദ്യം വരുന്ന പരിപാടി. ആ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പാക്കേജാ. ഓൾഡ് ടൗൺ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. പ്ലസ് നമ്മൾ ഇതിന്റെ സൈഡിലുള്ള സൈഡിലുള്ള വാക്കും. കായലാണോ പുഴയാണോ? പുഴക്കായൽ. ഈ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ ഹൊയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് വൈബാണ്. സാധാരണ വിയറ്റ്നാമിൽ കാണുന്ന വൈബല്ല ഹൊയാനിൽ കാണുന്നത്. ഇപ്പൊ ഏകദേശം ഒരു കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു ഫോർട്ട് കൊച്ചി വൈബ് അല്ലേ? കൊച്ചി വൈബ് ഉണ്ട്. പിന്നെ ഇപ്പൊ ബാലിയിലെ പറയുവാണെങ്കിൽ ഗില്ലി വൈബ് ഉണ്ട്. ഇവിടുത്തെ വണ്ടികൾ വ്യത്യാസമാണ്, ഇവിടുത്തെ ആളുകളുടെ വൈബ് വ്യത്യാസമാണ്, ഇവരുടെ ആക്ടിവിറ്റീസ് വ്യത്യാസമാണ്. ഒരു ട്രഡീഷണൽ ടൈപ്പാണ്. നമ്മളിപ്പോ ഹോച്ചിമിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ, ഒരു സിറ്റി ലൈഫിലുള്ള ഒരു ഇത്. പക്ഷെ അതേ ലൈഫ് തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊരു ഓൾഡ് ടൗൺ രീതിയിൽ, ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഡിഫറൻസ്. ബിൽഡിംഗ് വ്യത്യാസമാണ്, കഫേസ് വ്യത്യാസമാണ്, ആളുകളുടെ ഒരു ഡേ ടു ഡേ ലൈഫ് വ്യത്യാസമാണ്. വലിയ ഹറിബറി ഒന്നുമില്ല. മൊത്തത്തിൽ ഇവർക്ക് ആർക്കും ഹറിബറി ഇല്ല. എന്നാൽ പോലും ഇവിടെ പിന്നെ ഒരു ആടി തൂങ്ങി ഞങ്ങളല്ല കേട്ടോ, ഇവിടെ ഉള്ളവരാണ്. അതാര അത്ര വലിയ ഹൊയ് വിട്ടത്? ഹലോ, ഹൊയാനല്ലേ? വെൽക്കം ടു വളരെ ശാന്തമായ അന്തരീക്ഷവും കൂളായിട്ടുള്ള ആളുകളുമൊക്കെയുള്ള ഒരു പഴയ നഗരമാണ് ഹൊയാൻ. പണ്ട് കാലത്ത്, അതായത് 15-ാം നൂറ്റാണ്ടിൽ ഇവിടെ ചൈനക്കാരും ജപ്പാൻകാരും പിന്നീട് യൂറോപ്യൻസും കച്ചവടത്തിനായി എത്തിയിരുന്നു. ശരിക്കു പറഞ്ഞാൽ വിയറ്റ്നാമിലെ ഒരു പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു ഈ ഹൊയാൻ. ഈ കാണുന്ന തൂബൻ നദി ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ്. ഈ ഹൊയാൻ ശരിക്കും നമ്മുടെ ഫോർട്ട് കൊച്ചിയൊക്കെ പോലെയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേകളും പിന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ട് ഇവിടെ. നടക്കുന്ന വഴിയിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെയൊക്കെ കാണാം. റെസ്റ്റോറൻറ്റും കഫേകളും തന്നെയാണ് ഈ ഭാഗത്ത് കൂടുതലായി ഉള്ളത്. അതുപോലെ മസാജ് സെന്ററുകളും ഇവിടെയുണ്ട്. സ്ട്രീറ്റിലൂടെ നടന്ന് അങ്ങനെ ഞങ്ങൾ ഒരു ബ്രിഡ്ജിന് മുകളിലേക്ക് കയറി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ പേരാണ് ജാപ്പനീസ് ബ്രിഡ്ജ്. ഇത് ആക്ച്വലി ഈ ഹൊയാനിനെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചൈനീസ് കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണിത്. ഇത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്കാണ്. ഹൊയാൻ നഗരത്തിൻ്റെ കച്ചവട ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു ബ്രിഡ്ജ് കൂടിയാണിത്. ഹൊയാനിലെത്തുന്ന ആളുകൾ ഈ ചരിത്ര പ്രാധാന്യമുള്ള പാലം കൂടി കണ്ടിട്ടേ മടങ്ങാറുള്ളൂ. പുഴയിൽ ബോട്ടുകളൊക്കെ നിരന്ന് കിടപ്പുണ്ട്. ഈ നദിയിലൂടെയുള്ള ബോട്ട് റൈഡും ഇവിടുത്തെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ്. ഈ ബ്രിഡ്ജ് ആക്ച്വലി ഉയർത്താവുന്ന ടൈപ്പ് ബ്രിഡ്ജാണ്. ഇതുണ്ട്, ഇതിൻ്റെ നടുക്ക്, ഈ ബ്രിഡ്ജിൻ്റെ നടുക്ക് ഇതിൻ്റെ പല കൊണ്ടുണ്ടാക്കിയൊരു ഭാഗമുണ്ട്. ഇത് ബോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ഉയർത്താൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ബോട്ടുകളൊക്കെ കളർഫുൾ ലൈറ്റുകളൊക്കെ തെളിയിച്ച് സഞ്ചാരികളുമായി സവാരി തുടങ്ങും. നല്ല രസകരമായ ഒരു കാഴ്ചയാണത്. റെന്റിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സൈക്കിളുകളാണ് ഇവയൊക്കെ. ഈ സൈക്കിളും എടുത്ത് വേണമെങ്കിൽ ഹൊയാൻ ചുറ്റിക്കാണാം. ഈ ഏരിയ ശരിക്കും നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജൂ സ്ട്രീറ്റ് ഇല്ലേ, അതുപോലെയാണ്. ജൂ സ്ട്രീറ്റ് നമ്മുടെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഇത് കുറച്ചേറെ ദൂരമുണ്ട്. എന്താ പരിപാടി? ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കഫേയാണ്. തൊട്ടടുത്തായി തന്നെ ഡ്രസ്സ് തയ്ച്ച് നൽകുന്ന ഒരു കടയുമുണ്ട്.
ഈ ഹൊയാനിലെ ഒരു പ്രത്യേകത, ഇവിടെ ഡ്രസ്സ് തയ്ച്ച് കിട്ടും. അത് 24 മണിക്കൂർ കൊണ്ട് തയ്ച്ച് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് അവർ തയ്ച്ചു തരും. ഇതുപോലുള്ള ഇഷ്ടം പോലെ കഫേകൾ ഇവിടെയുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതിനാലാകാം ഇത്രയധികം കഫേകൾ ഇവിടെയുള്ളത്. വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുകയാണ്. തൊപ്പികൾ ഇവിടുത്തെ ഒരു പ്രധാന വിൽപ്പന വസ്തുവാണ്. തൊപ്പി വിൽക്കുന്ന ഇഷ്ടം പോലെ കടകൾ ഇവിടെയുണ്ട്. ഇതിന്റെ ഒരു ഭംഗി. ഗൈസ്, നിങ്ങളുടെ ബ്ലോഗിന്റെ പേരെന്താണ്? My name is Shanjiyo. അല്ല, ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് പറയാ. സോറി ജോഷി ചേട്ടാ, ഇവിടെ നിർത്താം. Yummy passport. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ പിറക്കാതെ പോയില്ല കൊഞ്ഞുന്നോ? കൊഞ്ചല്ല, പിറക്കാതെ പോയ കുഞ്ഞുന്നോ? നിങ്ങൾക്ക് ഈ കൊഞ്ചും ടീസ്പൂണും ടേബിൾ സ്പൂണും ആണല്ലോ എപ്പോഴും ഓർമ്മ. പോളിഷ് വാസ്തുശില്പിയായിരുന്ന കാസിമിയേഴ്സ് കിയാറ്റ്കോവ്സ്കിയുടെ ശില്പമാണിത്. വിയറ്റ്നാമിലെ ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ഇദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജ്യൂസ് സ്ട്രീറ്റ് പോലെ ആണെങ്കിലും ഇതൊരു അപ്ഗ്രേഡഡ് ജ്യൂസ് സ്ട്രീറ്റ് ആണ്. അടിപൊളിയാണ് ഈ സ്ഥലം. ഇവിടെ ഒരു ചെറിയ ഉന്തുവണ്ടിയിൽ ഒച്ചു പോലുള്ള ഒരു സാധനം വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒച്ചും. ബാഗുകളുടെ വമ്പൻ കളക്ഷനാണ് ഇവിടെ. ബാഗ് മാത്രമല്ല, ചെരുപ്പും ബെൽറ്റും ഉണ്ട് ഇവിടെ. ഈ ലെതർ ബാഗുകളും ചെരുപ്പുകളുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നവയാണ്. എന്നാൽ വിയറ്റ്നാമിൽ മിക്ക സ്ഥലങ്ങളിലും ലോകോത്തര ബ്രാൻഡുകളുടെ കോപ്പികളും കിട്ടും. തിരിച്ചും മറിച്ചും നോക്കിയാലും ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് നമുക്ക് മനസ്സിലാകില്ല. അത്രയും ഗംഭീരം കോപ്പി പ്രൊഡക്ട്സ് ആണവ. വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. നല്ലൊരു കളർഫുൾ സ്ട്രീറ്റ് ആണിത്. വലിയ ആളും ബഹളവുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് നടത്താൻ ആഗ്രഹമുള്ളവർക്ക് സമയമെടുത്ത് സാധനങ്ങൾ വാങ്ങാം, ഒപ്പം കാഴ്ചകളും കാണാം. ഒരുപാട് കോഫി ഷോപ്പുകളും കോഫി പ്രൊഡക്ട്സും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ. ഇവിടെ മാത്രമല്ല, വിയറ്റ്നാമിൽ നമ്മൾ എവിടെ പോയാലും ഒരുപാട് കോഫി ഷോപ്പുകളുണ്ട്. ഭയങ്കര സ്ട്രോങ് കോഫീസാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒരാളിരുന്ന് വാട്ടർ കളർ പെയിന്റിംഗ് ചെയ്യുകയാണ്. ഈ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നതും. എന്താണ് ഇവിടെ? ഒരു വെള്ള ഫ്രെയിമുള്ള കണ്ണാടി നോക്കി നടക്കുമായിരുന്നു. കുറച്ച് നാളായി നോക്കി നടക്കുന്നു. കിട്ടിയോ? കിട്ടി, പക്ഷെ എടുത്തില്ല. അതാ അങ്ങനെയാ, ഒരെണ്ണം കുറെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞങ്ങൾ എടുക്കാറില്ല. നേരത്തെ നമ്മൾ കണ്ട തയ്യൽ കടയില്ലേ, അതുപോലെ മറ്റൊരു കടയാണിതും. മണിക്കൂറുകൾ മാത്രം കാത്തു നിന്നാൽ നമ്മൾ ആവശ്യപ്പെടുന്ന മോഡൽ ഡ്രസ്സുകൾ ഇവർ തയ്ച്ചു തരും. മുതിർന്നവർക്കുള്ള സാധനങ്ങൾ മാത്രമല്ല, ഇവിടെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അടക്കമുള്ള സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത്തരം സൈക്കിൾ റിക്ഷകളും ഇവിടെ ധാരാളം ഉപയോഗിച്ചു വരുന്നുണ്ട്. ടൂറിസ്റ്റുകളാണ് കൂടുതലായും ഇതിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിൽ ഒരു ചെടി വളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ഇതിവിടെ പല സ്ഥലങ്ങളിലും കാണാം. ഈ കളർഫുൾ സ്ട്രീറ്റിൽ ഇതുപോലുള്ള ചെടികളും ഒരു അലങ്കാരം തന്നെയാണ്. ഇറ്റാലിയൻ കോഫി, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം തുടങ്ങിയവയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. നല്ലൊരു സ്മെല്ലടിക്കും ഇവിടെ നിൽക്കുമ്പോൾ. കൂടാതെ ഈ ഐറ്റംസ് ഒക്കെ കാണുക കൂടി ചെയ്യുമ്പോൾ കടിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നും. ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒരു കച്ചവട രീതിയാണിത്. ഒരു മുളക്കഷണത്തിൻ്റെ രണ്ടറ്റത്തും ഓരോ കൊട്ടകളും അതിൽ പഴങ്ങളും. മിക്കവാറും ഇവരുടെ പറമ്പിൽ നിന്നൊക്കെ വിളവെടുക്കുന്ന സാധനങ്ങളാണ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ഓറഞ്ച് വരയ്ക്ക, ഓറഞ്ച് 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 വരയ്ക്ക വരയ്ക്ക വരയ്ക്ക. ഈ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ ചിരിച്ചോണ്ടേ നടക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാം കാണുമ്പോ കണ്ണിനൊരു കുളിരാ. പിന്നെ അതല്ല, ഭയങ്കര കളർഫുള്ളാ. 20 ആണ്. എന്തിനാ? 20,000. നാരങ്ങ വെള്ളം. നടന്ന് ക്ഷീണിച്ച് അപ്പം നാരങ്ങ വെള്ളം കുടിക്കണം. ഇതാണ് ഇവിടുത്തെ നാരങ്ങ വെള്ളം. സിംഗ വെള്ളം. സത്യം പറഞ്ഞത് കടുവര മൂത്ര. തൊണ്ടവേദന ആയതുകൊണ്ട് തണുപ്പില്ലാത്തത്, 2 തണുപ്പുള്ളത്. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ബിയർ ആണ്, ബിയ ഹനോയ്. ബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയർ ആണ്. ഇവിടെ സ്ഥലത്തിന്റെ പേരൊക്കെ വെച്ചാണ് ബിയറിന്റെ പേര്. ബിയ ഹനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 ഇൻ ഹനോയ് എന്ന് ചേച്ചി പറയാ. ഞാൻ കുഞ്ഞുനാള് മുതൽ ഇത് കുടിച്ച് വളർന്ന ഒരാളാണ്.
ഞാനും ഉണ്ട്. അങ്ങനെ നടന്നു വന്നപ്പോൾ 2 ജർമ്മൻകാരെ പരിചയപ്പെട്ടു. അങ്ങനെ ജർമ്മൻകാരോട് കുറച്ചു നേരം കത്തിയടിച്ചതിന് ശേഷം വീണ്ടും നടക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊന്നും അങ്ങനെ പെട്ടെന്ന് കണ്ടു തീരില്ല. ഒരുപാട് ഏരിയ ഉണ്ട് ഇത്. ഇപ്പോൾ അല്പം വിശപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെയുള്ള ഒരു ഫുഡ് മാർക്കറ്റിലേക്ക് പോകണം. അവിടെ നിന്നും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മുടെ കൊച്ചിയിലെ ബ്രോഡ്വേ പോലൊരു മാർക്കറ്റിലേക്ക് കയറി. കാണാൻ ബ്രോഡ്വേ പോലുണ്ടെങ്കിലും അതിനേക്കാൾ നല്ല വലിപ്പമുണ്ട് ഇതിന്. വിവിധ തരം പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങി ഒരുവിധം നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും ഈ മാർക്കറ്റിൽ. ഈ ഭാഗത്ത് മീനും ഇറച്ചിയുമൊക്കെയാണ് വിൽക്കുന്നത്. പച്ചക്കറി മേടിച്ചിട്ട് പോന്നോ? തരുമോ? കെട്ടു ഞാൻ തേഞ്ഞു. ആവശ്യത്തിന് ഉപ്പ്, ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരിക്കലും പറയും. അത് കറക്റ്റ് ആട്ടോ. അതാണ് അത് പറയാൻ വേണ്ടിട്ട് ഞാൻ അത് പറഞ്ഞത്. ഷാൻജിയോ ഞങ്ങളുടെ കുക്ക് മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അത്രയും വേണോ? മണല് കൊണ്ടുപോയതാണ് കണ്ടു കേട്ടോ, ബൈക്കെ കെട്ടി വലിച്ചോണ്ട്. മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് മാർക്കറ്റിലേക്കുള്ള നടത്തത്തിലാണ് ഞങ്ങളിപ്പോൾ. വീണ്ടും നടന്ന് ഫുഡ് മാർക്കറ്റിലേക്ക് എത്തി. വളരെ വിശാലമായൊരു മാർക്കറ്റാണിത്. ഭക്ഷണ സാധനങ്ങൾ നിരത്തി വെച്ച ചെറിയ ചെറിയ കടകളാണ് ഇവിടെയുള്ളതെല്ലാം. അവയ്ക്ക് സൈഡിലായി 1-2 ബെഞ്ചുകളും. പോർക്ക്, ചിക്കൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ് തുടങ്ങി ഒരുപാട് തരം വിഭവങ്ങളുണ്ട് ഈ കൊച്ചു കടകളിൽ. ഞങ്ങൾ അങ്ങനെ ഒരു കടയുടെ മുന്നിലിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങളൊരു ബീഫ് പോയും. പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിൽ ചോറ് കഴിക്കുന്ന പോലെ ഇവർ കഴിക്കുന്ന സാധനമാണ് പോ. അതായത് നൂഡിൽസ് സൂപ്പാണ് ബേസിക്കലി. ഒരു സൂപ്പ് പോലെ ഇരിക്കുന്ന നൂഡിൽസ് അല്ലേ. ഞങ്ങളൊരു ഫ്രൈഡ് റൈസും പോയും ഗ്രിൽഡ് പോർക്ക് വിത്ത് നൂഡിൽസും ഓർഡർ ചെയ്തു. നമ്മൾ കഴിച്ച് ശീലിച്ചുള്ള ഫ്രൈഡ് റൈസ് ഒന്നുമല്ല, ഇത് വേറെ ഒരു രീതിയിലുള്ള ഫ്രൈഡ് റൈസാണ്. മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രൈഡ് റൈസിനകത്ത്. ഓരോ സ്ഥലത്തെയും പോയ്ക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് ക്ലിയർ പോയായിരുന്നു, ഇവിടെ ക്ലിയർ അല്ലാത്ത പോയ, കലങ്ങി പോയ. ഇങ്ങനത്തെ ഫ്ലാറ്റ് നൂഡിൽസും ബീഫും. ഇനി കാർത്തിക് മേടിച്ച കുറച്ച് പോർക്ക് നൂഡിൽസ് കഴിച്ചു നോക്കാം. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഏകദേശം 1,00,000 ഡോങ് ആണ് ആയത്. 1,00,000 ഡോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $4 അടുത്ത്. ഭക്ഷണത്തിന് ശേഷം ഏൻഷ്യൻ ടൗണിലൂടെ അങ്ങനെ നടക്കുകയാണ്. സ്ട്രീറ്റ് നല്ല ക്ലീൻ ആണ്. ഇതും ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നൊരു ഘടകമാണ്. ഇത് ഞങ്ങൾ പോകാൻ പോകുന്നത് പോത്തിൻ്റെ പുറത്ത് കയറാനാണ്. പോത്ത് സഫാരി. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഞങ്ങളൊരു ഡേ ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറത്തെ ഡേ ട്രിപ്പ്. ആ ഡേ ട്രിപ്പിലുള്ളതാണ് ഈ പോത്ത് സഫാരിയും അതുപോലെ തന്നെ ഒരു കൊട്ടവഞ്ചി കയറുന്നതൊക്കെ. അപ്പോൾ ഇവർ തന്നെ ഞങ്ങൾക്ക് സൈക്കിളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. സൈക്കിളിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോത്ത് സഫാരിക്ക് പോകുന്നത്. സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് കുറച്ച് നാളായി, ഒന്ന് ചവിട്ടി നോക്കണം. ഒരു കൈ ക്യാമറ പിടിച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സൈക്കിളിൽ ഇങ്ങനൊരു യാത്ര ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും രസകരമാണ് ഈ പരിപാടി. കുറേ കാലമായി സൈക്കിൾ ചവിട്ടിയിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട്. റോഡിലൊന്നും അത്ര തിരക്കില്ല, എന്നാലും ശ്രദ്ധിച്ചു വേണം സൈക്കിൾ ഓടിക്കാൻ. കാരണം ഇവിടെ ഡ്രൈവിംഗ് വലത്തുവശത്തു കൂടിയാണ്. നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് സൈഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അത് മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാമറ കൂടി കയ്യിലുള്ളത് കൊണ്ട് അത്ര ഫ്രീ ആയി സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല. എന്നാലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വലത് കൈയിൽ ക്യാമറയും ഒപ്പം സൈക്കിൾ ഹാൻഡിലുമൊക്കെ പിടിച്ചാണ് യാത്ര. അങ്ങനെ ഞങ്ങൾ വലിയൊരു പാടശേഖരത്തിന് അടുത്തെത്തി. വിയറ്റ്നാം അരി ഉൽപ്പാദനത്തിൽ ഏറെ മുന്നിലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വിയറ്റ്നാമിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇതുപോലുള്ള കൃഷിയിടങ്ങൾ കാണാം. അങ്ങനെ സവാരി നടത്താനുള്ള പോത്തിനെ കണ്ടുപിടിച്ചു. നല്ല സൈസുള്ള ഒരു പോത്താണ്. ഇതിൻ്റെ കൊമ്പാണ് ഗംഭീരം.
നല്ല നീണ്ടു വളഞ്ഞ കൂർത്ത കൊമ്പാണ്. ഇതിന്റെ ഈ കൊമ്പൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ രാഗി കൂർപ്പിച്ച് വെച്ചിരിക്കുക. ഞാൻ ഇന്നേ വരെ പോത്തിന്റെ പുറത്ത് കയറിയിട്ടില്ല കേട്ടോ. കുതിര, ആന, ഒട്ടകം ഒക്കെ കയറിയിട്ടുണ്ട്. ഒരു സ്റ്റൂൾ ഇട്ട് അതിൽ ചവിട്ടിയാണ് പോത്തിന് മുകളിൽ കയറുന്നത്. ആദ്യം ലിൻഡ കയറി. നമ്മളെ പോത്തിന് മുകളിലിരുത്തി ചെളി നിറഞ്ഞ പാടത്തേക്ക് ഇറക്കി ഒരു റൗണ്ട് അടിക്കും. അതാണ് ഇവിടുത്തെ പോത്ത് സവാരി. Okay, let's go. Let's go. Welcome to Vietnam. Subi suwenalala suwenalala. Ayo po. ഇനി പോത്തിന് മുകളിൽ കയറുന്നത് കാർത്തിക്കാണ്. നല്ല സൈസാ. ഗംഭീര പോത്താണ്. ഇപ്പൊ വെള്ളത്തിൽ കിടന്നേരെ. അപ്പൊ അടുത്ത എന്റെ കൂടോ. നേരത്തെ എന്താ പറഞ്ഞ പോത്തിന്റെ പുറത്ത് കയറുന്ന ആളുടെ പേരെന്താ? അവൻ വരികയാണ് പോത്തിന്റെ പുറത്ത്. Go. കുനിയല്ലെന്ന് പറ. വിയറ്റ്നാമിലെ ഒരു കൃഷിക്കാരിയാണ് ഈ കാണുന്നത്. വിയറ്റ്നാമിലെ കൃഷിക്കാരൻ. ഞാറ് നടാൻ പോവാണേ. പാട ഉഴുതു കഴിഞ്ഞാൽ ഇനി ഞാറ് നടിയിലാണ്. ഇനി നമുക്ക് പോത്തിനെ തീറ്റാം. അങ്ങനെ പോത്തിന്റെ പുറത്ത് കയറിയ ശേഷം ഞങ്ങൾ ഇനി നേരെ പോകുന്നത് കൊട്ടവഞ്ചിയെ കയറാൻ വേണ്ടിയാണ്. പതിയെ സൈക്കിൾ എടുത്ത് വീണ്ടും ചവിട്ടി പോവുകയാണ്. ഹലോ. ഇതിന്റെ അപ്പുറത്ത് ഇങ്ങനെ കായൽ പോലെ കിടക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ പോലൊരു സ്ഥലം. ആരടാ അത്? ഇതെല്ലാം ഒരു വില്ലേജ് ഏരിയയാണ്. വീടുകളും കൃഷിയിടങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ കപ്പയുണ്ടെന്ന് തോന്നുന്നു. കപ്പ ഒഴിക്കാൻ മണം വരുന്നുണ്ട്. ഇച്ചിരി മീൻകറിയുടെ കൂട്ടി കഴിക്കാറുന്നല്ലേ. ഞങ്ങളങ്ങനെ ആ ചെറിയ റോഡിൽ നിന്നും ഒരു ഹൈവേയിലേക്ക് എത്തി. ഈ റോഡ് ക്രോസ് ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് പോകണം ബോട്ടിൽ കയറാൻ. അങ്ങനെ കൊട്ടവഞ്ചിയുടെ അവിടെ എത്തി. ഹലോ. അങ്ങനെ അവർ രണ്ടുപേരും ആ കൊട്ട കയറി. പോയി വരാം. അപ്പൊ ഞാൻ വേറെ കൊട്ട കയറാൻ പോകണം. അത് കറക്കുന്ന കൊട്ടയാണ്. പ്രധാന നദിയിലേക്ക് പോകാനുള്ള ഒരു കൈവഴിയാണിത്. തോട് പോലിരിക്കുന്ന ഒരു ഭാഗം. ഇതിലൂടെ കുറച്ചു ദൂരം തുഴഞ്ഞു വേണം നദിയിലെത്താൻ. ധാരാളം ആളുകൾ ഈ കൊട്ടവഞ്ചിയിൽ കയറാനായി എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടുത്തെ ഈ യാത്ര ഭയങ്കര രസമാണ്. ഇത് രണ്ട് സൈഡിൽ എന്താണ്ട് ഒരു നമ്മുടെ നാട്ടിലെ ചൂരലൊക്കെ പോലെ തോന്നുന്ന ഒരു സാധനം ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ ചൂരലല്ല, ഇതെന്തോ ഒരു ചെടിയാണ്. Is it water coconut? Water coconut? Yeah, water coconut fruit. Coconut fruit. No, what is this plant name? Coconut water. Oh, coconut water. Okay. Coconut jungle. Okay. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മെയിൻ റിവറിലേക്ക് എത്തി. ഇവിടെയും ഇഷ്ടംപോലെ ആളുകളുണ്ട്.
ഈ കാണുന്ന കുട്ടവഞ്ചിയിൽ ആളുകളെ കയറ്റി ഇതുപോലെ വട്ടത്തിൽ കറക്കും. വെള്ളത്തിൽ ആളുകളെയും കയറ്റി വട്ടത്തിൽ കറക്കാനായി പ്രത്യേകം കുട്ടവഞ്ചികളുണ്ട്. അതിൻ്റെ ഷേപ്പിലും കളറിലുമൊക്കെ വ്യത്യാസമുണ്ട്. തല കറങ്ങിപ്പോകുന്ന ഒരു ഏർപ്പാടാണിത്. താല്പര്യമുള്ളവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്താൽ കുട്ടവഞ്ചിയിൽ ഇങ്ങനെ കറങ്ങാം. ദാ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കുറച്ചു നേരം കൂടി ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാനാണ് പ്ലാൻ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.